ഇപ്പോൾ വർഗീയതയോട് ഞങ്ങൾ സന്ധി ചെയ്യാത്തത് ആരെയെങ്കിലും തൃപ്തിപ്പെടുത്താൻ വേണ്ടിയല്ല. ഞങ്ങളുടെ പ്രതിബദ്ധമായ നിലപാടാണത്. ഞങ്ങളുടെ രാഷ്ട്രീയ പ്രതിബദ്ധതയാണത്. ഒരു വർഗീയ ശക്തിയോടും വിട്ടുവീഴ്ചയില്ല. ഇപ്പോൾ തൃശ്ശൂരിൽ BJP ജയിക്കാനിടയായ സംഭവത്തെക്കുറിച്ച് നമ്മുടെ പൊതുസമൂഹം ഗൗരവമായി കാണേണ്ടത് തന്നെയാണ്. അത് ഗൗരവമായി എല്ലാവരും പരിശോധിക്കേണ്ടതുമാണ്. എന്നാൽ കൺമുന്നിൽ വരുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ടല്ലോ. 2024 തെരഞ്ഞെടുപ്പ്, 2019 തെരഞ്ഞെടുപ്പ്. 2019 തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ കോൺഗ്രസ്സിന് കിട്ടിയ വോട്ടിൽ 24 ആയപ്പോൾ 86,000 വോട്ടിൻ്റെ കുറവ് വരുന്നു. ഇവിടെ പോയി ആ 86,000 വോട്ട്? ഞങ്ങൾ LDF ജയിച്ചില്ല. പക്ഷേ ഞങ്ങളെ വോട്ട് മൊത്തമായിട്ടെടുത്താൽ 16,000 വോട്ട് വർദ്ധിക്കുന്നു. ആ വർധനവ് മതിയോ എന്നത് ഞങ്ങൾ പരിശോധിക്കേണ്ട കാര്യമാണ്. അത് പരിശോധിക്കുകയും ചെയ്യും. പക്ഷേ ഞങ്ങളെ വോട്ട് 16,000 വർദ്ധിക്കുന്നു. BJP 1,00,000 വോട്ടിലധികം വർധനവുണ്ടാക്കി ഭൂരിപക്ഷത്തോടെ ജയിക്കുന്നു. 1,00,000 വോട്ടിൻ്റെ വർധനവ് കഴിഞ്ഞ തവണത്തിൽ നിന്നും ഉണ്ടാക്കുന്നു. ആ 1,00,000-ത്തിലധികം വോട്ടുണ്ടാകുമ്പോൾ ഈ 86,000-ത്തിന് അതിന് സ്ഥാനമില്ലേ? എന്തേ അത് കാണാത്തത്? അതല്ലേ ഗൗരവമായ പ്രശ്നം. അപ്പോൾ നമ്മുടെ നാട്ടിൽ തെറ്റായ പ്രചരണങ്ങൾ ആരും സ്വീകരിക്കാനോ അംഗീകരിക്കാനോ പോകുന്നില്ല. RSSൻ്റെ കേരളത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ RSSൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി അനേകം സഖാക്കളാണ് ഇവിടെ രക്തസാക്ഷിത്വം ഭരിക്കേണ്ടി വന്നത്. സംഘപരിവാറിൻ്റെ കൊലക്കത്തിക്കരിയായാണ് അവരെല്ലാം രക്തസാക്ഷിത്വം ഭരിച്ചത്. ആ സഖാക്കളുടെ പാർട്ടിയാണിത്. വിട്ടുവീഴ്ചയില്ലാതെ വർഗീയതയ്ക്കെതിരെ പോരാടിക്കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടി. കേരളത്തിൻ്റെ മതനിരപേക്ഷത തകർത്ത് വർഗീയ അജണ്ട പ്രചരിപ്പിച്ച് കടന്നു കയറാൻ പറ്റുമോ എന്ന് RSS വലിയ തോതിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ശ്രമങ്ങൾക്ക് പിന്തുണ നൽകാൻ ചിലരിപ്പോൾ തയ്യാറാകുന്നു എന്നതാണ് ഈ അടുത്ത കാലത്തെ സംഭവങ്ങൾ കാണിക്കുന്നത്. ഇവിടെ എല്ലാ കാര്യങ്ങളിലും കൃത്യമായ നിലപാടുകൾ നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിലൊന്ന് അൻവർ. ഇപ്പോൾ അദ്ദേഹം കേരളത്തിലെ CPIMൻ്റെ നിയമസഭാ പാർട്ടി അംഗമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ നിയമസഭാ പാർട്ടി അംഗമല്ല, നിയമസഭാ പാർട്ടിയിൽ പങ്കെടുക്കില്ല, ഞാൻ LDFൻ്റെ ഭാഗവുമല്ല എന്ന് അദ്ദേഹം പരസ്യമായി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഏത് ഭാഗമാണെന്ന് പിന്നീട് അദ്ദേഹം തീരുമാനിക്കട്ടെ. ഏതായാലും അദ്ദേഹം നിയമസഭാ പാർട്ടി അംഗമായിരിക്കുന്ന ഘട്ടത്തിൽ ഉന്നയിച്ച ചില ആരോപണങ്ങളുണ്ടായിരുന്നു. ആ ആരോപണങ്ങൾ അവജ്ഞയോടെ തള്ളിക്കളിയല്ല സർക്കാർ ചെയ്തത്. ആ ആരോപണങ്ങൾ ഗൗരവത്തിലെടുത്തു. ആരോപണങ്ങളുടെ പിന്നിലുള്ള ഉദ്ദേശം എന്തെന്നൊന്നും പരിശോധിക്കാൻ ഞങ്ങൾ അന്നേരം പോയില്ല. പക്ഷേ ഒരു MLA ഉന്നയിച്ച ആരോപണങ്ങൾ എന്ന നിലക്ക് ഗൗരവത്തിലെടുത്തു. എന്നിട്ട് എന്തു ചെയ്തു? അതുമായി ബന്ധപ്പെട്ട് പരിശോധിക്കാൻ കേരളത്തിലെ ഏറ്റവും ഉന്നതനായ പോലീസ് മേധാവി, അതാണ് സംസ്ഥാന പോലീസ് മേധാവി, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ടീമിനെ നിയോഗിച്ചു. ആ ടീമിൻ്റെ പരിശോധന 1 മാസം കൊണ്ട് പൂർത്തിയാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പരിശോധന കിട്ടുന്ന മുറക്ക് അതിൻ്റേതായ നടപടികളിലേക്ക് കടക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഞങ്ങൾ സ്വീകരിച്ച, സർക്കാർ സ്വീകരിച്ച നടപടി. ഇതിലൊന്നും സർക്കാരിന് മറച്ചു വെക്കാനില്ല. ആ റിപ്പോർട്ട് വരട്ടെ. വന്നതിന് ശേഷം ആ റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തി എന്ത് ചെയ്യണോ ആ നടപടികളിലേക്ക് സർക്കാർ കടക്കുകയും ചെയ്യും.